ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. ഇപ്പം നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമ്മളിന്നൊരു മിസ്തുബിഷി പജേരോ സ്പോർട്സ് 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ വണ്ടി ആയിട്ടാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഓഫ് റോഡ് മാപ്പാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആകെ കുണ്ടും കുഴിയൊക്കെയാണ് ഈ റോട്ടിൽ. ഓക്കെ, നമ്മൾ വണ്ടി മെല്ലെ റോട്ടിലോട്ട് ഇറക്കിയിട്ടുണ്ട്. അതാ എന്താണ് ഗൈസ്, ഈ വണ്ടിയുടെ ഷോക്ക് അബ്സറൊക്കെ ഇപ്പോൾ കുലുങ്ങി വീണ് തോന്നുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഈ വണ്ടിയുടെ അവസ്ഥ. നോക്കിയാൽ ഈ ഒരു കുഴിയിലൊക്കെ ചാടുമ്പോൾ ഷോക്ക് അബ്സറെ കുഴി വരുന്ന തോന്നുന്നു ഇപ്പോൾ വണ്ടിയുടെ അജാതി പോക്കാണ്. ഇവിടെ എല്ലാ വണ്ടികളും ബ്ലോക്കായി കിടക്കുകയാണ്. ഒരു വണ്ടി അവിടെ എന്തോ പറ്റിയിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള തോന്നുന്നു, അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 250 ആണ് നമ്മളെ ഫാമിലി. പിന്നെ എല്ലാവരും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി അടിച്ചേക്ക്. ലൈക്ക് ടാർഗറ്റ് ഒരു 20 ഗൈസ് വെക്കുന്നത്. 20 ലൈക്സ് ആണ് ടാർഗറ്റ്. എല്ലാവരും ഒന്ന് മാക്സിമം ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ എടുത്ത് പോകാൻ വിചാരിച്ചപ്പോൾ അവിടെ പറ്റില്ല ഗൈസ്. ആ സൈഡിലും മൊത്തം ബിൽഡിങ്സ് ആണ്. അപ്പോൾ അതേ കൂടെ നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഈ മാപ്പിന്റെ നടുവിൽ കൂടെ പോകാൻ പറ്റണാവോ അറിയില്ല. മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ട് കൺട്രോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടാണ് ഗൈസ് വണ്ടി പോണത്. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ തോന്നിയ പോലെയാണ് വണ്ടികളൊക്കെ തിരിഞ്ഞു പോണത്. കണ്ട, നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. വണ്ടി ഒന്ന് വെട്ടിച്ച് തിരിച്ചാൽ അപ്പൊ കൊക്കെ പോയി കിടക്കും ഗൈസ്. ഓക്കെ, ഇവിടെ ഇനി വീണ്ടും കുറെ റോഡ് തോന്നുന്നു. ഈ ഒരു കുണ്ടും കുഴിയുള്ള റോഡൊന്നും കഴിഞ്ഞ് കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഈ മിസ്തുബിഷി പജേരോ ഓഫ് റോഡ് ഫുള്ള് മോഡിഫൈഡ് വണ്ടി ആയിട്ട് വന്നത്. പിന്നെ ഇവിടെ MVD കണ്ടാൽ നമ്മളെ വണ്ടി പിടിക്കും, പിന്നെ ഫൈനൊക്കെ അടക്കും. ഭാഗ്യത്തിന് MVD ഒന്നും കാണാനില്ല. അഥവാ MVD കണ്ടാ വണ്ടി എടുത്ത കൊക്കെ കണ്ടെടുത്ത് ചാടിക്കും. അതൊക്കെ അത്ര ഉള്ളൂ. ഇവിടെ ഇപ്പം എപ്പോഴാണ് ആ വണ്ടിയുടെ ഷോക്ക് അബ്സർ ഒരു കൈ പിടിക്കേണ്ടി വരിക. എന്തായാലും നമുക്ക് ഈ സൈഡിൽ കൂടെ പോവാ. ഈ സൈഡിൽ കൂടെ പോകേണ്ടത് റോങ് സൈഡാണ്. നമുക്ക് അപ്പുറത്ത് കൂടെ പോവാ. ഇതേ കൂടെ പോകുമ്പോൾ വല്ല സീനൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഒരു കുണ്ടും കുഴി കൂടെ പോവാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഷോക്ക് അബ്സർ കൈ പിടിച്ചിരിക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ ഈ ഒരു അരുവി കൂടെയാണ് പോണത്. ഇവിടെ ഈ ബിൽഡിങ്സ് ഇത്തിരി സീനാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതേ കൂടെ കത്തിച്ച് വിടായിരുന്നു. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഈ റോഡിലൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒക്കെ പോയി കിടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫ്രണ്ടിൽ ആ ബസ് പോണ കണ്ട അത് നോക്കിയേ. തെമ്മാടി കാറ്റ് കളിച്ചിട്ടാണ് ഗൈസ് നമ്മൾ ബസ് പോണത് ഫ്രണ്ടിലെ. ഗൈസ്, നമ്മൾ കുറെ നേരം ഈ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇതുവരെയായിട്ട് എവിടേക്ക് എത്തിയിട്ടൊന്നുമില്ല. ബസ്സുകാരനൊന്ന് ഓവർടേക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആകെ വണ്ടികളാണ്. പിന്നെ വണ്ടി കൺട്രോളും കിട്ടുന്നില്ല. എങ്ങനെയാണ് ഗൈസ് ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുക? എങ്ങനെയൊക്കെ ഞാൻ ഈ ബസ്സിന്റെ സൈഡിൽ കയറിയിട്ടുണ്ട്. ഇനി ഒന്നും നോക്കണ്ട, ഫ്രണ്ടിലാണ്ട് കയറാം. അങ്ങനെയാണ് ഗൈസ് ഓവർടേക്ക് ചെയ്യുക. ഇവിടെ ഗൈസ് വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് തോന്നുന്നു. വണ്ടി എന്താ ഇടക്കിടക്ക് ഓഫായി കളിക്കുന്നുണ്ട്. ഇതെന്താണ് ഗൈസ്? വണ്ടി നമുക്ക് ഈ സൈഡിൽ ഒതുക്കുക. എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ്. വേറെ ഒന്നായിരുന്നില്ല, വണ്ടിയുടെ വാട്ടർ ലെവൽ കുറവായിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരു കടയിൽ പോയിട്ടൊരു കുപ്പി വെള്ളം വാങ്ങിച്ചിട്ട് നമ്മളെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ വണ്ടി കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ടാക്കി വെക്കാം. ഓക്കെ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നല്ലനെ ഫ്രണ്ടിലോട്ട് പോയി വെക്കാം. ഓക്കെ, നമുക്ക് ആ ബോണറ്റ് ഇങ്ങോട്ട് അടക്കാം. അത് തുറന്നിട്ട് പോയാൽ ശരിയാവില്ല. ഞാൻ പറന്നു പോയിട്ട് ഞാൻ പറക്കാൻ നിൽക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, നമ്മളെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇപ്പോൾ സ്മൂത്തിലൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് പോവാ. ഈ ഓഫ് റോഡൊന്നും കഴിഞ്ഞ് കിട്ടിയാൽ മതി. എന്തൊരു കഷ്ടമാണ്. വണ്ടി കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഷോക്ക് അബ്സറിനൊന്നും ഇതുവരെയായിട്ട് കുഴപ്പം വന്നിട്ടില്ല. ഞാൻ എപ്പോഴാണാവോ വരാം. ഓക്കെ, നമ്മളെ വണ്ടിയുടെ സൈഡ് ലുക്കൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വേറെ ലെവലാണ് നമ്മളെ വണ്ടി. ഇനി ഒന്നും നോക്കണമെന്നില്ല. വണ്ടി കൊണ്ട് കത്തിച്ച് വിടന്നെ വിടുന്നു. ഇനി കൊക്കേക്ക് പോണാലും സീനില്ല. ഗൈസ്, ഇവിടുന്ന് കുറച്ചെണ്ണം വന്നപ്പോ നമ്മുടെ വയനാട് ചുരം പോലെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒന്നും ഇല്ല ഗൈസ്, ഇറക്കത്തേക്ക് ഒരു വളവാണ്. എന്നാലും ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇവിടെ ഈ ഇറക്കത്തൊക്കെ ഇങ്ങനെ കുണ്ടും കുഴിയായിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് എങ്ങനെയാണ് ഗൈസ് വണ്ടി ഓടിക്കുക? കൺട്രോളൊന്നും കിട്ടുന്നില്ല. വല്ല കൊക്കയിലും വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളിതാ കുറച്ചൊക്കെ ഇങ്ങനെ ഇറക്കി വരുന്നുണ്ട്. എങ്ങനെയൊക്കെ കൊണ്ടാണ് ഗൈസ് കൺട്രോളൊക്കെ ഒന്ന് പിടിച്ചിരുന്നിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് ഇറക്കിയത്. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. നമുക്ക് ഇനി കുറച്ചും കൂടെ ഫ്രണ്ടിൽ പോയി വെക്കാം. ഈ റോഡൊന്ന് കഴിയുമോന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു ഉപകാരം ഉണ്ട്. ഈ വണ്ടിയുടെ ബാക്കിൽ സ്റ്റെപ്പിന് ടയർ ഉള്ളതുകൊണ്ട് വണ്ടിയുടെ ടയർ പഞ്ചറായ പേടിക്കാനൊന്നുമില്ല. വണ്ടിമ ജസ്റ്റ് ഒന്ന് പോയി ഇടിച്ചല്ല, അത് സീനില്ല. അപ്പൊ നമ്മളെ കൊക്ക വീണായിരുന്നു. വണ്ടി കൃത്യം ബ്രേക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. ഓക്കെ, നമ്മളിപ്പോൾ നൈസായിട്ട് ഇങ്ങനെ ഈ അരുവി കൂടെ പോകുന്നുണ്ട്. ആ റോട്ടിൽ കൂടെ പോകണായിട്ട് നല്ല ഇതേ കൂടെ പോവാണ് ഗൈസ്. അല്ലെങ്കിൽ വണ്ടി ചിലപ്പോൾ പണി തരാൻ ചാൻസ് ഉണ്ട്, നേരത്തെ പണി തന്ന പോലെ. ഓക്കെ, നമുക്ക് മെല്ലനെ വേണ്ട പോവാൻ. ഈ അരുവി കൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയി ഇടിക്കും. ഇതെന്തപ്പം ഉണ്ടായി? ട്രക്ക് പോയി ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ടുണ്ട്. അതൊന്നും മെയിൻ ആക്കണ്ട ഗൈസ്. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് പോവാ. അവിടുത്തെ ട്രക്ക് മൂലം വണ്ടി മൂലം പോയി ഇടിച്ചാൽ അവർ നമ്മളോടൊന്നും ചോദിക്കാനൊന്നും വരില്ല ഗൈസ്. അവർക്ക് നമ്മളെ പേടിയാ. ഇവിടെ അപ്പൊ നമ്മൾ കുറെ നേരം വീണ്ടും ഡ്രൈവ് ചെയ്ത് വന്നപ്പോ പിന്നെ ഇവിടെ ഒരു വളവ് പോലെ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടുന്നും നല്ല വലിയൊരു വളവ് കിട്ടുന്നുണ്ട്. നേരത്തെ കിട്ടിയ പോലെ ഒരു ചുരം പോലത്തെ വളവാണ്. പക്ഷെ വളവ് എന്നാണ്ട് കേറ്റല്ല ഗൈസ്. അതുകൊണ്ട് ഇത് ചുരം എന്ന് പറയാൻ പറ്റില്ല. ഇത് ഇറക്കാണ്, ചെറിയൊരു ഇറക്കാണ് ഗൈസ്. നൈസായിട്ട് ഇവിടെ പണി വളയിരിക്കുകയാണ്. നമ്മളെ വണ്ടിയുടെ ഹാൻഡിൽ സ്റ്റെയറിങ് ജാമായി.
ഗൈസ് ഇവിടെ നൈസായിട്ട് പണി വളരിക്കാണ്. നമ്മളെ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ആകുന്നില്ല. ഇവിടെ എല്ലാ ഡോറും പിന്നെ ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. നമ്മളെ ബോണറ്റ് പിന്നെ നമ്മൾ ഓപ്പൺ ആക്കിയതാണ്. വണ്ടി സ്റ്റാർട്ട് ആകാത്ത എന്താ നോക്കിയതാണ്. ആകെ പണി വളി ഗൈസ്. ഞാൻ എങ്ങനെയാലും ഈ വണ്ടി ഇവിടെ നിർക്കട്ടെ. ഗൈസ് നമ്മൾ വണ്ടി കയറുന്ന റിവേഴ്സ് ഗിയർ ഇട്ടപ്പോൾ ഓട്ടോമാറ്റിക്കായി വണ്ടി പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് ബ്രേക്ക് പിടിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടിയുടെ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. വണ്ടി ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. ഇനി വല്ല ടോ ട്രക്ക് പിടിച്ചിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുപോയിടാം. അപ്പോൾ നമ്മളെ ട്രിപ്പ് ഇവിടെ നൈസായിട്ട് മൂഞ്ചിയിട്ടുണ്ട്. ഇനി എന്തായാലും വണ്ടി ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. നമുക്ക് എവിടെന്നെങ്കിലും ടോ ട്രക്ക് കിട്ടുമോ നോക്കാം. നമ്മളെ വണ്ടിക്ക് വല്ലാണ്ട് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാം അതിൻ്റെ ഫ്രണ്ട്. വല്ലാണ്ട് ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ല. നമുക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാച്ച് ഗെയിം പ്ലേ വീഡിയോ വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.